ഇതുണ്ടല്ലേ കറക്റ്റ് ടെന്നീസ് ഒരു ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇന്ന് എടുത്തില്ലെങ്കിൽ നാളെ പൊട്ടിപ്പോലെ. അതെ അതെ. ഈ രണ്ട് പാവല് കണ്ട് ഇതിനകത്ത് ഏതായിരിക്കും കയ്പ് കൂടുതൽ? ആ സാധനം കേട്ട ബട്ടർനട്ട് എന്ന് പറയും. രണ്ടും വ്യത്യസ്തമാണ്. നാടനല്ലേ? 2.5 കിലോ 3 കിലോ ആവറേജ് ആണ്. ഒരെണ്ണമൊക്കെ 2.5 കിലോ 3 കിലോ ഒക്കെ വരുന്ന വെള്ളരിയാണ്. ഇത് നിറച്ച് വിളവെടുക്കുവാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് പെരുമ്പളത്ത് വന്നാണ്, ശ്രീകുമാർ ചേണ്ട കൃഷിത്തോട്ടത്തിൽ വന്നാണ്. ഒരുപാട് വ്യത്യസ്തതരം കൃഷികളൊക്കെ പല രീതിക്ക് ചെയ്യുന്ന ആളാണ്. ഇനി ഒരു വെറൈറ്റി സംഭവം കാണാം. ശ്രീകുമാർ ചേട്ടാ, ഇതെന്താണ് സംഭവം? ഇത് ടെന്നീസ് ബോൾ കുക്കുംബർ എന്നാണ് പറയുന്നത്. ടെന്നീസ് ബോൾ വെള്ളരി അല്ലേ? അതെ അതെ. ഇതുണ്ടല്ലേ കറക്റ്റ് ടെന്നീസ് ബോൾ എറിയണ അത്ര ഉള്ളു. കണി വെക്കാൻ പറ്റിയ വെള്ളരി, കണി വെക്കാൻ പറ്റുന്ന ഏറ്റവും ലക്ഷണമൊത്ത വെള്ളരിയാണ്. അതുപോലെ തന്നെ നമുക്കിത് കുക്കുംബറായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. കുക്കുംബറിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ആണ്. അങ്ങനെയുണ്ട്. അതെ, നമുക്ക് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാം. അതെ അതെ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, കഴിക്കും. മുറിക്കുന്നുണ്ടോ കേട്ടോ? മറ്റേ നീളം ടൈപ്പ്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഓരോ സമയത്തും ഇതിൽ പഴുക്കും തോറും മാറുന്നുണ്ട്. കഴിച്ചു നോക്കിയ ടേസ്റ്റ് ശരിക്കും കുക്കുംബർ വെള്ളരിയുടെ ടേസ്റ്റ് നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മൾ സാധാ ഇതുപോലെയല്ല, നല്ല ടേസ്റ്റ്. ഇത് പന്തലിട്ടായിരുന്ന കുറച്ചുകൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെ തന്നെ കിടക്കുന്ന കായകളാണ്. നമ്മൾ ഇത്ര അടുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ വലിച്ചു കാണിക്കുന്നതാണ്. ഇതിന്റെ അകത്തൊക്കെ ഉണ്ട്, ഫുള്ളായിട്ട് കിടക്കുവാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും തോന്നിയല്ല, പക്ഷെ ഇവിടെ ഒരുപാട് സാധനം കിടപ്പുണ്ട്. ഈ താഴത്തായിട്ട് നോക്കിയാൽ കാണാല്ലേ. ഇതാണ് നമ്മുടെ കറിവെള്ളരിയാണ്. എല്ലാം സാമ്പാർ കുക്കുംബർ. ഇതിപ്പോ റെഡി ആയല്ലേ ചേട്ടാ? ഇതിപ്പോ റെഡിയായി, എല്ലാം നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഏത് മാർക്കറ്റിലോട്ടാണ് കൊടുക്കുന്നത്? ഇതിപ്പോ ഞങ്ങളിപ്പോ ഇന്നിപ്പോ ഹരിപ്പാട് ആലപ്പുഴ ജില്ല ഹരിപ്പാടിൽ അങ്ങോട്ട് അവിടെ പ്രകൃതി വാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയാണ് ഇന്നിപ്പോ. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ തണ്ണിമത്തനല്ലേ? തണ്ണിമത്തന. നമ്മള് അപ്പുറത്തെ തണ്ണിമത്തനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓറഞ്ച് കളറിലെ ഓറഞ്ച് ഫ്ലഷ് ആണ്, ഉള്ളിൽ ഓറഞ്ച് കളർ വരുന്നതാണ്. അധികം വലിപ്പം വെക്കാത്ത ടൈപ്പ്. അതെ അതെ അതെ. ഓറഞ്ച് കളർ അല്ലേ? അതെ അതെ. അതൊന്ന് മുറിച്ച് നമുക്ക് അതിന്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഓറഞ്ച് കളർ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, ഫുള്ളായിട്ട് ഉണ്ടായി കിടക്കും. ഇനി കുറച്ചും കൂടി വലിപ്പം വെക്കും അല്ലേ? അതെ അതെ അതെ. അതവിടെ ഒരെണ്ണമുണ്ട്, നമുക്ക് ഒരെണ്ണം മുറിച്ച് നോക്കാം അല്ലേ? അതെ അതെ, ഇതൊരെണ്ണം മുറിച്ച് നോക്കാം. എന്തായാലും ഒരെണ്ണം കട്ട് ചെയ്യാം. ഇവിടെ വെച്ച് കട്ട് ചെയ്തല്ലോ. പെട്ടെന്നങ്ങ് പൊട്ടിയല്ലേ? അതെ, കറക്റ്റ് കേട്ടോ, അടിപൊളി. ഇതാണ് ഓറഞ്ച് തണ്ണിമത്തൻ. മധുരം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെള്ളം ചാടുവാണ് ഈ ചൂടിനും അല്ലേ? അതെ അതെ, ഏറ്റവും നല്ല ഇതാണ്. നല്ല മധുരമുണ്ട്. പിന്നെ വേറൊരു ചൊവ്വയുണ്ട്, വേറൊരു രുചിയും കൂടി. സാധാരണ വാട്ടർമെലനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു രുചിയാണ് ഇതിന്. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇതാണ് അപ്പോൾ ഓറഞ്ച് തണ്ണിമത്തൻ. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം പൊട്ടുവെള്ളരി അല്ലേ? അതെ അതെ. ഇതാണ് കേട്ടോ പൊട്ടുവെള്ളരി, ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതാണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എടുത്തതല്ലേ 5 കിലോ 6 കിലോ ഉള്ളതൊക്കെ എടുത്തായിരുന്നു. തലക്കായ എന്ന് പറയുന്നത്. ഇതൊക്കെ നല്ല സൈസാണ്. പൊട്ടുവെള്ളരിയുടെ ഒക്കെ സൈസ്. ഇതെടുക്കാം, ചെത്തി എടുക്കാം. പിന്നെ അപ്പൊ പൊക്കി കാണിക്കാം. ഇപ്പൊ കൊടുത്തില്ലേ, നാളെ പൊട്ടും. നാളെ പൊട്ടിപ്പോ. ഇതാണ് ഒരു പൊട്ടുവെള്ളരി. ഇന്ന് എടുത്തില്ലെങ്കിൽ നാളെ പൊട്ടിപ്പോ അല്ലേ? അതെ അതെ. പൊട്ടി നമുക്കൊന്ന് കാണിച്ചാലോ? പൊട്ടി എടുക്കാം. നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാൻ പറ്റുമല്ലോ അതൊക്കെ. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം ഞാൻ ജ്യൂസ് അടിക്കുന്നതിന്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിന്റെ പേര് ശ്രീ അഗ്രി ഫാംസ്. ശ്രീ അഗ്രി ഫാംസ് എന്ന് പറഞ്ഞ ചാനലുണ്ട് ചേട്ടന്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നല്ലേ, സംബന്ധമായ. ഇവിടെ ഒരെണ്ണം പൊട്ടി കിടപ്പുണ്ട്, അതിപ്പോ കാണിച്ചു തരാം. കണ്ട, അത് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പൊട്ടി നിൽക്കും. അതെ, കാണിച്ചു തരാം, ഞാൻ എടുത്തിട്ട് കാണിക്കാം. ഇത് ഏത് വെറൈറ്റി, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇനമാണ്. ഏറ്റവും ഇത് നമ്മുടെ ഭൗമസൂചികയിൽ പെടുത്തി ഇട്ടുള്ളതാണ്. ഇങ്ങനെ പൊട്ടിപ്പോകും. ഇത് പരമ്പരാഗതമായിട്ടുള്ള സാധനങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഭൗമസൂചികയുണ്ടല്ലോ നമ്മുടെ. ഇങ്ങനെ വെച്ച് തുറക്കാൻ പൊട്ടിപ്പോകല്ലേ? കണ്ടാ, ഇതാണ് പൊട്ടുവെള്ളരി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് നമ്മുടെ ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് ഇതിന്റെ. ഇതിൽ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി, പൊട്ടാസ്യം, അതുപോലെ തന്നെ ബീറ്റാ കാരോറ്റിൻ, അതിൻ്റെയൊക്കെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു. അതുപോലെ തന്നെ ഇത് ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പൊടി. ഇത് ആരും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫൈബർ ഉണ്ടെന്ന് വിശ്വസിക്കില്ല. പക്ഷേ ഇത് നാനോ ഫൈബേഴ്സ് ആണ്. ഇത് അതായത് ചെറുനാരുകളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് ഫൈബർ ഉണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടില്ല, നല്ല മണമാണ് അതിന്.
ഇത് ഈ മറ്റേ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ നമ്മൾ ആ പോകുമ്പോൾ അത് സൈഡിലേക്ക് അതിന്റെ പേര് തന്നെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്നാണ്. ഇത്രയും വിറ്റാമിനും ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ്. കാണുമ്പോൾ നോക്കാതെ പോകരുത്, മേടിക്കുക, ഉപയോഗിക്കുക, കഴിക്കുക, അല്ലേ? അത്രയും ഗുണമുള്ളതാണ് പൊട്ടുവെള്ളരി. ഇത് ബട്ടർനട്ടാണ്. ഇതുണ്ട് ബട്ടർനട്ട് അല്ലേ? അതെ, കണ്ടാ നമ്മൾ അന്ന് പന്തലിട്ട സാധനം ഇത്തവണ ഒരു വെറൈറ്റിക്ക് പറമ്പിലിട്ട് നോക്കിയത്, പക്ഷെ നിറച്ച് പിടിച്ച് പിന്നെ എന്താ ഞാൻ വലു തുറന്നു കൊടുക്കാം. ഇവിടെ ആയി വരുന്നുണ്ട്. ഇത് പന്തലും ഇത് മെച്ചൂരിറ്റി ആയിട്ടില്ല. ഇതാണ് എടുക്കാൻ ആ സാധനം കേട്ടോ, ബട്ടർനട്ട് എന്ന് പറയും. ബൾബ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. നമ്മൾ അന്ന് മറ്റേ ഇതായിരുന്നല്ലേ, പന്തലായിരുന്നു, ഇങ്ങനെ തൂങ്ങി കിടക്കും. അതെ അതെ. ഇപ്പൊ ഇത് ഒരുപാടുണ്ട് കേട്ടോ, ഇതിനകത്ത് ഫുള്ളാണ്. ഇതെന്താ നമ്മൾ ചെയ്യുന്നത്? തോരൻ വെക്കുക? ഇത് പല റെസിപ്പി ഉണ്ട് ഇതിന്. ഇത് പായസമാണ് ഏറ്റവും ബെസ്റ്റ്. പായസം, ചിപ്സ്, പിന്നെ മെഴുക്ക് പുരട്ടി. പായസം വെക്കുന്ന ആവശ്യമുള്ളവർക്ക് മത്തങ്ങ കഴിക്കുന്നവർക്ക് പച്ചക്ക് കഴിക്കാനും സലാഡായിട്ട് പഴുത്തിട്ടാണോ പായസം? നല്ലോണം പഴുത്ത് കഴിക്കണം. അതിനൊരു പൊടി 100 വെച്ച് കഴിയുമ്പോൾ നല്ല ഹാർഡാണ്, നല്ല ബലമുള്ള സാധനമാണ്. നല്ല ബലം, ഒടിയൊന്നുമില്ല, നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഈ ശ്രീകുമാറിയുടെ ഇവിടുത്തെ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പച്ചപ്പിൽ എന്തെങ്കിലും സാധനം അടിയിലുണ്ടാവും, അല്ലേ? ഇതെന്താണ് ചേട്ടാ? ഇത് നമ്മുടെ ബോൾ ചുരക്കയാണ്. ബോൾ ചുരക്ക ഇത് കണ്ടതേ, അടിപൊളി സാധനമാണ്. ഇത് ഉണ്ടായി നിൽക്കണ നോക്കി, മത്തങ്ങയുടെ ഷേപ്പ് അല്ലേ? ഇതിന് വേറെ കളറാവും അല്ലേ? ഇത് ഇതിപ്പോ കറി വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടല്ലേ? അവിടെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ അന്നിട്ടെന്ന് പറഞ്ഞ പന്തലല്ലേ? അന്ന് നമ്മൾ പന്തലിലാണ് ഇട്ടത്. നല്ല രസമായിരുന്നു. അതെ അതെ. ഇത്തവണ നമ്മൾ പറമ്പില് ഇങ്ങനെ പന്തലിടാനുള്ള ഇത് കൊണ്ട് ഇതുണ്ട്. അവിടെയൊക്കെ നിറച്ചുണ്ടായി ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇത് മൂക്കാനുണ്ടല്ലേ? പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ള വെജിറ്റബിൾ ആണ് ബോൾ ചുരക്ക. ഇതിന്റെ വിത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട്. എല്ലാത്തിന്റെയും വിത്ത് ഉണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്നത് നഷ്ടമല്ല, എന്ത് സാധനം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, വിത്ത് ചേട്ടൻ അയച്ചു തരും. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നിറച്ച് മറ്റേ പാവൽ ഉണ്ടായി കിടക്കുവാണ്. ശ്രീകുമാരേട്ടാ, ഇത് എന്ത് ടൈപ്പ് പാവലാണ്? ഇത് നമ്മുടെ പാലി എന്ന് പറയുന്ന പാവലാണ്. അത് ഹൈബ്രിഡ് പാവലുകളിൽ ഏറ്റവും ഈൽഡ് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടാകുന്നതാണ്. രണ്ടെണ്ണം മൂത്തൊന്ന് പറഞ്ഞു കണ്ടില്ലേ, നല്ല മഴ പെയ്യുമ്പോൾ പോലെ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഒരു പാവല് മൂത്ത് പാകമാകുമ്പോൾ ഏകദേശം ഒരു 1/2 കിലോ അടുത്ത്. 1/2 കിലോ വരും. അതെ, 1 കിലോ. അതെ. 2 തരം പാവലാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്പ് തീരെ കുറവാണ്. പൊതുവേ ഈ ഗ്രീൻ പാവല് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും കയ്പായിരിക്കും. മറ്റേത് കയ്പില്ലെന്ന് ഓർക്കും. അത് തന്നെ, വെളുപ്പിന് അത്യാവശ്യം കയ്പുള്ളതാണ്. വെളുപ്പൊരെണ്ണം പറിച്ചു കേട്ടോ. വെളുപ്പൊരെണ്ണം പറിക്കാം. വെളുപ്പ് ഏത് ഇനത്തിൽപ്പെട്ട? വെളുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പാവല് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, അതായത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് പ്രീതി എന്ന് പറഞ്ഞിട്ടൊരു പാവലുണ്ട്. ആ പാവലിനെ നമ്മുടെ ഒരു ഇന്റർനാഷണൽ സീഡ് കമ്പനി കൊണ്ടുപോയിട്ട് ഹൈബ്രിഡ് ചെയ്തെടുത്തതാ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 2 പാവല് കണ്ട്, ഇതിനകത്ത് ഏതായിരിക്കും കയ്പ് കൂടുതൽ? കയ്പ് കൂടുതൽ വെള്ളക്കായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും കയ്പില്ലാത്തത്, ഇത് കയ്പായിരിക്കും. പക്ഷെ നേരെ തിരിച്ചാണ്, ഇതിനാണ് കയ്പ് കൂടുതൽ. അതെ അതെ, ഇതിന് കയ്പ് കുറവാണ്. കയ്പ് കുറവാ. ഈ 2 പാവലും ഉൾഭാഗം നമുക്കൊന്ന് കാണാം. കേട്ടോ, ഒന്ന് മുറിച്ച് കാണിച്ചേ. കണ്ടോ കേട്ടോ. ഇതാണ് ഇതിന്റെ ഉൾഭാഗം. ഇനി നമുക്ക് ഈ വെള്ളയുടെ ഉൾഭാഗം ഒന്ന് കാണാം. അതെ, രണ്ടും വ്യത്യസ്തമാണ്. മാംസളമായിട്ടുള്ള ഇതാണ്. അതെ അതെ അതെ. ഈ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ടേസ്റ്റ്. ഒരു നോർമൽ കയ്പേ ഉള്ളൂ. ശ്രീകുമാറിന്റെ കൃഷിത്തോട്ടത്തിൽ വന്ന പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്, പടവലം അല്ലേ ചേട്ടാ? അതെ അതെ. ഇത് പക്ഷേ സാധാ പടവലം അല്ല, അതാണ് പ്രത്യേകത. നമുക്ക് എന്താന്ന് കാണാം. എന്ത് പടവലം ചേട്ടാ ഇത്? ഇത് നമ്മൾ ഈ ഇരട്ട പടവലം ഉണ്ട് അപ്പുറത്ത്. ഇത് അതല്ല, ഇത് ഒരു ഹേമ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഹേമ മാക്സിമം പോയാൽ 1/2 കിലോ വരെ ആവറേജ് വെയിറ്റ് വരുള്ളൂ. ഇതിന് നല്ല സ്മെല്ലുള്ള പടവലം. അതിങ്ങനെ ആ സ്മെല്ലാണ് നമുക്ക് പടവലത്തിന്റെ ഏറ്റവും ടേസ്റ്റ് വരുന്നത്. സാമ്പാറിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് വരും. ഇതൊരു പച്ചമരുന്നിന്റെ മണമാണ്. ആ ഒരു അല്ല, സാധാരണ നോർമലി പടവലത്തിന് ഉണ്ടാകുന്ന മണമാണത്. പക്ഷെ ആ സ്മെല്ലില്ലാത്ത പടവലവും വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പടവലം നമ്മൾ ഒടിച്ചു നോക്കിയാൽ പോലും ആ സ്മെല്ല് വരില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഒന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്താൽ പോലും ആ ഒരു ഭയങ്കര സ്മെല്ല് വരും. ഇതിപ്പോ മൂത്താണോ? മൂത്താണോ? ഇതെല്ലാം മൂത്ത് കിടക്കുക. കാരണം ഈ വലിപ്പമാണ് ഇതിന് നോർമലി വരുന്നത്. കണ്ടില്ലേ, ഈ വലിപ്പമാണ്. ഒരെണ്ണം പറിക്കാം. ഇത് ഹേമയല്ലേ? ഇത് ഹേമ എന്ന് പറയുന്ന പടവലാണ്. ഇത് ഹൈബ്രിഡ് ആണ്, പക്ഷെ അത് നോർമൽ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റി, അതായത് നാടനാണ്. അപ്പൊ അത് ഞങ്ങൾ വിത്തെടുക്കാനുള്ള പരിപാടിയാണ് ഇത്തവണ. ഹേമേന വട്ടം തുറക്കുവാണേ, നോക്കൂ. നല്ല അടിപൊളി. ഉള്ളിൽ വേറെ വേണം, പുറത്ത് വേറെ വേണം. അതെ അതെ, കൊള്ളാം.
ഇനി നമുക്ക് ഇരട്ടപ്പടവലം ഒന്ന് മുറിക്കാം. ഇത് കണ്ട, ഇത് ഇരട്ടപ്പടവലമാണ്. അങ്ങനെ കിടക്കുമല്ലേ രണ്ടായിട്ട്? ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. എല്ലാ ഞെട്ടിലും രണ്ടെണ്ണം ഇതാണ്. ഇവിടെയുണ്ട്. ഇത് നല്ല ചൂട് മണം. അത് നാടനാണല്ലോ. ഇത് കണ്ട, ഇതെല്ലാം. ഇത് മൂത്ത് കിടക്കുവാണോ? ഇത് അത്യാവശ്യം മൂത്ത് കിടക്കുകയാണ്. ഒരെണ്ണം ഭാഗം നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ ഒരു ആഗ്രഹം കാണും. നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം. ഇരട്ടപ്പടവലം മുറിക്കുവാണ്. നാടനല്ലേ? ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയോ. ചെറിയ വ്യത്യാസമുണ്ടേ, അതിന്റെ കുരുവിനൊക്കെ വ്യത്യാസമുണ്ട്. ഇത് നിറച്ച് ഉണ്ട്. പിന്നെ മാംസം ഇതിൽ കൂടുതലുണ്ട്, ഇത് കുറവാണ്. എല്ലാം വ്യത്യാസമുണ്ട്. മണം കൂടുതൽ ഇതിനാ. ഓ, ഇത് ഭയങ്കര മണേ, നല്ല ഔഷധത്തിന്റെ. ഇനി ഈ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ സ്നോ വൈറ്റ് അല്ലേ? മുറിച്ച് കാണിക്കല്ലേ? ഇതാണ് കേട്ടോ, നല്ല അടിപൊളി, നല്ല പക്ക. നമ്മൾ ഇതിനൊക്കെ എന്ത് വളമൊക്കെ ഇടണം? ജൈവവളം? ഇതിൽ ജൈവവളം, കോഴിവളം, ചാണകമാണ് ഇട്ടിരിക്കുന്നത്. ഇത്ര മാത്രമേ എല്ലാ കൃഷിയും? അതെ. ഇത് നിറച്ചുണ്ടായിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ ഇത് ഫുള്ള് വിളവെടുത്താണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുക്കുംബറാണ്. സാധാരണ വേണ്ട ചെറിയ അരികളും ഈ പ്രായത്തിൽ, ഈ മാക്സിമം ഈ പ്രായത്തിലെങ്കിലും നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്തിരിക്കണം. ഇത് പച്ചക്ക് കഴിക്കാൻ, പച്ചക്ക് അത് ചുണ്ട് പോലും കളയേണ്ടാതെ കഴിക്കാവുന്ന, അങ്ങനെ കഴിക്കാൻ പറ്റും. ഇതിനൊരു സമയത്ത് പോലും കയ്പ് വരില്ല എന്നുള്ളതാണ്. സാധാരണ ഇതിൽ കുക്കുംബറിന് കയ്പ് വരുന്നത് ചുവട്ടിൽ വെള്ളം ഏതെങ്കിലും ഒരു സമയത്ത് മുടങ്ങുന്ന സമയത്താണ്. നല്ല ടേസ്റ്റ്. ചൂടിന് ഏറ്റവും നല്ലതാ ഈ കാലത്ത്, ഈ സമയത്തൊക്കെ കഴിച്ചാലേ. അതെ. ചേട്ടാ, ഈ ഇടക്കൊക്കെ വേറൊരു സാധനം, കാണാത്തൊരു സാധനം. ഇത് നമ്മളെ ഈ പാവലിന് എങ്ങനെയാണെങ്കിലും ഒരു 1.5-2 മീറ്ററൊക്കെ ഗ്യാപ്പിലാണ് ഞങ്ങൾ വെച്ചു കൊടുക്കാറ്. എങ്കിൽ മാത്രമേ വിളവ് കൂടുതൽ കിട്ടുള്ളൂ. ഈ അളവ് കൂടിയാൽ വിളവ് കൂടുമെന്ന് പറയുന്നില്ല. അത് തന്നെ. അതുപോലെ ഞങ്ങളിത് ഇടവേളയായിട്ട് ബീൻസ് വെച്ച് കൊടുത്താ. ബീൻസ് അല്ലേ? പിന്നെ കാ വീണ് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ബീൻസ്. ഇപ്പൊ തുടങ്ങിയല്ലേ? ഇത് ബീൻസ് കൃഷിയായിട്ടല്ല, വെറുതെ ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. സൈസ് എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മുടെ വെള്ളരി അല്ലേ? അതെ. ഇതൊരു 2.5 കിലോ 3 കിലോ ആവറേജ് ആണ്. ഒരെണ്ണമൊക്കെ 2.5 കിലോ 3 കിലോ ഒക്കെ വരുന്ന വെള്ളരിയാണ്. ഇത് നിറച്ച് വിളവെടുക്കുവാണ്. ഇതിപ്പോ വിഷു പ്രമാണിച്ചാണ് കേട്ടോ. ഇത് വിഷു പ്രമാണിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇത് കണി വെള്ളരി അല്ല. പക്ഷേ വെള്ളരി കൃഷിയിലെ ഏറ്റവും ലാഭം ഇത് തന്നെയാണ്. ഇതാണ് നല്ല വെയിറ്റ്. കാരണം നമ്മൾ കറി വെള്ളരിയായിട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ഹോട്ടലുകാർക്കാണെങ്കിലും അവിടെയൊക്കെ, ഇതിപ്പോ വീട്ടുകാർക്ക് അല്ലെങ്കിൽ സാമ്പാർ കിറ്റിനൊക്കെ മുറിച്ച് വീട്ടുകാർക്ക് പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ഉണ്ട്. അതെ ചെറുതുണ്ട്. ഇതിപ്പോ നമ്മൾ ഇന്നൊരു ഹോട്ടലിന്റെ ഒരു 2-3 ക്യാൻറ്റീൻ്റെ ഒക്കെ ഓർഡർ ഉള്ളത് കൊണ്ട് നമ്മളിത് എടുത്തതാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്ത് ഇത്രയും വലിയ വെള്ളരിയൊക്കെ. അതെ. ഞാൻ പറഞ്ഞ സ്ഥലത്തില്ലേ പ്രകൃതി വാണിയില്ലേ, അവര് ഇത് കട്ട് ചെയ്താ കൊടുക്കുന്നത്. ഹരിപ്പാട് കട്ട് ചെയ്ത്. കാരണം ഈ വെള്ളരിക്കാണ് കറിയിലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. നമ്മുടെ സുഹൃത്തിന്റെ കടയാണ്, സുഹൃത്തിന്റെ കടയാണ് വിജിത്ത് വാണി വിജിത്ത് കൂടിയാണ്. അപ്പോൾ ഇതിനാണ് കൂടുതൽ നമുക്ക് കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, സാമ്പാറിൽ ഇട്ട് കഴിഞ്ഞാലൊക്കെ അതിന്റെ ടേസ്റ്റ് വരുന്നത്. ചെറിയ വെള്ളരിക്ക് ആ കാണുന്ന ഷേപ്പും ഭംഗിയും അതുപോലെ തന്നെ കണി വെക്കാനൊക്കെ ഉള്ള ഇതിന് മാർക്കറ്റ് ഉണ്ടാവും. പക്ഷെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാഭം ഇതാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ നിറച്ച എണ്ണ ഉണ്ടാവും. നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആ സമയത്ത്. അത് തന്നെ. ഇതിപ്പോൾ കൊണ്ടുപോകും 500 കിലോ വെള്ളരിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ കൃഷികളൊക്കെ ചെയ്ത് പെരുമ്പളം എന്ന് പറഞ്ഞാൽ ഇതൊരു ദ്വീപല്ലേ? അതൊരു ദ്വീപാണ്. കാലം ഉടനെ വരും. അതെ. അപ്പോൾ ഈ ഒരു ദ്വീപിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്യുന്ന ശ്രീകുമാറിയാണ് ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതരം കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും വന്ന് ചേട്ടൻ്റെ വീഡിയോ എടുക്കാറുണ്ട്. അത് മാത്രമല്ല, ചേട്ടൻ ഒരു ചാനലുണ്ട്, ശ്രീ അഗ്രി ഫാംസ്. അപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ കൃഷി സംബന്ധമായ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ചേട്ടൻ എല്ലാവിധ ആശംസകളും കേട്ടോ. ഇനി ഇതുപോലത്തെ വ്യത്യസ്തമായ കൃഷികളൊക്കെ ചെയ്യുക. താങ്ക് യു. ഓക്കെ.